ഒന്ന് ഈ PPC എന്താണ്, OPC എന്താണ്, അതുപോലെ തന്നെ ഈ കമ്പികളിലുള്ള ഗ്രേഡ് എന്താണ്, ഇത് സാധാരണക്കാരന് സത്യത്തിൽ മനസ്സിലാകത്തില്ല. ഇത് കൂടുതൽ ഇത് കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? തീർച്ചയായിട്ടും. ഇത് നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മാർക്കറ്റിൽ കോമൺലി 2 ടൈപ്പാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്, OPC, PPC. സിമെൻറ്റ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പല ടൈപ്പ് സിമെൻറ്റ് ഉണ്ട്. ഇപ്പം നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറയുകയാണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് സിമെൻറ്റാണ് നമ്മുടെ മാർക്കറ്റിൽ കോമൺലി അവൈലബിൾ ആയിട്ടുള്ളത്, OPC സിമെൻറ്റും PPC സിമെൻറ്റും. ഈ OPCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്നാണ്. PPCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് പസലോണ പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്നാണ്. ഈ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്ന് പറയുന്ന സാധനം 53 എന്ന് പറഞ്ഞ ഗ്രേഡിലാണ് വരുന്നത്. ഈ PPC എന്ന് പറഞ്ഞ സാധനം 43 എന്ന് പറയുന്ന ഗ്രേഡിലാണ് വരുന്നത്. നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാനും കെട്ടാനും ഒക്കെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് PPC സിമെൻറ്റാണ്. അതിന് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഹീറ്റ് ലിബറേഷൻ കമ്പാരിറ്റീവ്ലി OPCയെക്കാളും കുറവാണ്. നമ്മളൊരു മേസണറി വർക്കിലും പ്ലാസ്റ്ററിങ് വർക്കിലും ഒക്കെ വരുമ്പോഴത്തേക്കും PPC സിമെൻറ്റ് അതിനുപയോഗിക്കുക. കോൺക്രീറ്റിങ്ങിനാണ് നമ്മൾ എപ്പോഴും OPC ഉപയോഗിക്കുന്നത്. ഈ കോൺക്രീറ്റിങ്ങിൽ PPC ഉപയോഗിക്കത്തില്ല എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ഉപയോഗിക്കാറുമുണ്ട്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഒരിക്കലും OPC സിമെൻ്റ് ആണോ PPC സിമെൻ്റ് ആണോ എന്നൊന്നും നമ്മളോട് ആരും ചോദിക്കാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സിമെൻറ്റ് എന്നുള്ളതേ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ OPC സിമെൻറ്റിനുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വിക്കായിട്ട് സെറ്റ് ചെയ്യും. ക്വിക്കായിട്ട് സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു 3 മീറ്റർ സ്പാനിലുള്ള ഒരു മുറി നമ്മൾ സ്ലാബ് കാസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 ദിവസത്തിനുള്ളിൽ ഇടുന്ന ദിവസവും ഇളക്കുന്ന ദിവസവും കൂടാതെ 3 ദിവസത്തിൽ നമുക്ക് ഷട്ടറിങ് റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് ടോട്ടൽ 5 ആണ്. ഇപ്പോൾ ഇന്ന് 1-ാം തീയതി നമ്മൾ സ്ലാബ് കാസ്റ്റ് ചെയ്താൽ 5-ാം തീയതി നമുക്ക് ഷട്ടറിങ് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള നമുക്ക് അത്ര ക്വിക്കായിട്ട് ചെയ്തു പോകേണ്ട സാഹചര്യത്തിലൊക്കെയാണ് ഈ OPC സിമെൻറ്റ് ഉപയോഗിക്കുന്നത്. PPC സിമെൻറ്റ് എന്ന് പറയുന്ന സാധനം ഫ്ലൈ ആഷും കൂടെ ആഡ് ചെയ്ത് വരുന്ന സാധനമാണ്. അതിനൊരിക്കലും ഇത്ര ക്വിക്കായിട്ട് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ OPC സിമെൻറ്റിന് ഫ്ലൈ ആഷ് എന്ന് പറഞ്ഞ സാധനം ആഡ് ആവുന്നതേ ഇല്ല. PPC എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ഫ്ലൈ ആഷ് എന്ന് പറഞ്ഞ സാധനം കൂടെ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം.